ഗായത്രി അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നു. നാളെ ഓണമാണ്. സദ്യവട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. ഉണ്ണിയപ്പവും കായ വറുത്തതും രാവിലെ അമ്മയുണ്ടാക്കി. ഇഞ്ചി അച്ചാറും കാളനും. ശരിയായി, ഇവിടെ സദ്യക്കൊപ്പം നോൺ വെജും വെക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കനും മീനും വറുക്കുവാനായി അരപ്പ് തേച്ച് ഫ്രിഡ്ജിൽ എടുത്തു വച്ചു. അയില വറുത്തരച്ചു വയ്ക്കാനുള്ള തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അകത്തു നിന്നും മോന്റെ കരച്ചിൽ കേട്ടു. പാല് കുടിക്കുന്ന കുഞ്ഞാണ്. അവളെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അമ്മ അവനെ ഉറക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി. ഗായത്രി തിരികെ തൻ്റെ പണികളിൽ മുഴുകി. വീട് പണി പൂർത്തിയാകാത്തത് കൊണ്ട് പാചകമൊക്കെ വീടിന് പുറത്തുള്ള ഷെഡിലാണ്. കാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ റൂമിൽ ആരോ ചീത്ത പറയും പോലെ അവൾക്ക് തോന്നി. അവളൊന്ന് കാതോർത്തു. ഭർത്താവാണ്. ഉത്രാട ദിനാഘോഷം കഴിഞ്ഞ് വന്നിട്ട് കുറെ നേരമേ ആയിട്ടുള്ളൂ. ജനൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് ഭർത്താവിൻ്റെ നാവിൽ വികട സരസ്വതി വിളയാടുന്നത് ശരിക്കും കേട്ടു. വേശ്യ എന്ന് പറഞ്ഞാൽ പോരാ, കടും വേശ്യ. പിഴച്ചവൾ. ആരെ കാത്താണോ പുറത്തു നിൽക്കുന്നത്? കേട്ടപ്പോൾ തന്നെ മനസ്സിലായി തന്നെയാണ് പറയുന്നത്. ഒരു നിർവികാരതയോടെ അത് കേട്ട ശേഷം വേഗം പണികൾ ഒതുക്കി. തല വല്ലാത്ത വേദന, എന്താണെന്ന് അറിയില്ല. പണി തീർത്ത് വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ അമ്മയുടെ തോളിൽ കിടന്ന് മോൻ ഉറങ്ങിയിരുന്നു. എമർജൻസി എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അവിടുത്തെ ലൈറ്റ് ഇപ്പോൾ തെളിയുന്നില്ല. അവിടെ ചെന്നപ്പോൾ ശൂന്യമാണ്. വേഗം ബക്കറ്റുമായി പൈപ്പിന്റെ അടുത്തേക്ക് നടന്നു. 3 തൂക്ക് വെള്ളം കൊണ്ട് വട്ടക നിറഞ്ഞു. ഗായത്രിക്ക് കാൽപാദങ്ങളും ഉപ്പൂറ്റിയും നീറി പുകയുന്നുണ്ടായിരുന്നു. കുറെ നാളുകളായി അങ്ങനെയാണ്. കാലിന്റെ വിരലുകളിലെല്ലാം അസഹ്യമായ ചൊറിച്ചിൽ. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ചോരയും വെള്ളവും ഒലിക്കും. പിന്നെ വല്ലാത്ത നീറ്റലാണ്. കുളി കഴിഞ്ഞ് വന്ന് കുഞ്ഞിനെ വാങ്ങി ബെഡിൽ കിടത്തി. അമ്മ ചോറുണ്ണാൻ പോയപ്പോൾ ഗായത്രി ബോധം കെട്ട് ഉറങ്ങുന്ന ഭർത്താവിനെ വെറുതെ ഒന്ന് നോക്കി. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ കാലുകളിൽ ഓയിൽമെന്റ് പുരട്ടി. പൂ പോലിരുന്ന കാലുകളാണ് ഇപ്പോൾ വിണ്ടുകീറി വികൃതമായിരിക്കുന്നത്. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ മനസ്സു നിറയെ ഭയമായിരുന്നു. നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഭയം. വർഷങ്ങളായി വിഷുവും ഓണവും എല്ലാം അവൾക്ക് പേടിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഏതൊരു നല്ല ദിവസം വന്നാലും അന്നൊക്കെ ജീവൻ മദ്യപിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തും. കുഞ്ഞിൻ്റെ 28 കെട്ടും ചേച്ചിയുടെ മോളുടെ പിറന്നാളും എല്ലാം അങ്ങനെയാണ് കഴിഞ്ഞു പോയത്. വിവാഹത്തിന് മുന്നുള്ള ഓണനാളുകളും മറ്റും അവളുടെ ഓർമ്മകളിൽ ഓടിയെത്തി. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. വിവാഹം കഴിഞ്ഞതോടെ എല്ലാം കഴിഞ്ഞു. ലോക്ക്ഡൗൺ സമയത്തുള്ള ആ വിഷുനാൾ മാത്രമേ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഉണർന്നു. അടുത്തുള്ള വീടുകളിൽ പൂവിളികൾ കേൾക്കുന്നുണ്ട്. വീട്ടിൽ പാൽ കാച്ചിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിളക്കൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ. പൂക്കളം ഇടാനും. അവൾ കുളിക്കാൻ പോയപ്പോൾ അമ്മ മുറ്റമടിക്കാൻ പുറത്തേക്കിറങ്ങി. കുളി കഴിഞ്ഞ് വന്ന് പിന്നെയും പണിത്തിരക്കിലാണ് അമ്മ. സഹായിക്കാനുള്ളത് കൊണ്ട് ഒരാശ്വാസമാണ്. ഉള്ളതുകൊണ്ട് പാൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് വലിയ കപ്പിൽ ബ്രൂ കാപ്പി പൊടിയിട്ട് അതിലേക്ക് തിളച്ച പാൽ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജീവൻ അവിടേക്ക് വന്നു. എല്ലാം ശരിയായോ? അവൻ ചോദിച്ചു. ആകുന്നു. അവൾ കട്ടൻ ചായ അവന് പകർന്നു നൽകി. ഇന്നെന്താ ജീവേട്ടൻ്റെ പ്ലാൻ? ഇന്നലത്തെ പോലെ തന്നെയാണോ? അവൾ തിരക്കി. ഇല്ലടി, ഇന്നൊന്നുമില്ല. അവൻ ചിരിച്ചു കാണിച്ചു. ഇതൊരപേക്ഷയാണ്. ചേച്ചിയൊക്കെ വരുമ്പോൾ അവരുടെ മുൻപിൽ നാണം കെടുത്തരുത്. അവൾ അപേക്ഷയോടെ അവനെ നോക്കി. ഇത് വലിയ പാടായല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒന്നുമില്ലെന്ന്. ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി.
ഗായത്രി അവൻ പോയ വഴിയെ നോക്കി നിസ്സഹായതയോടെ ഒന്ന് ചിരിച്ചു. രാവിലത്തെ ചായക്കുള്ളതെല്ലാം ആയപ്പോഴേക്കും ജീവൻ പാലും മറ്റുമായി വന്നു. ഒരുമിച്ചിരുന്ന് തന്നെ അവർ ഫുഡ് കഴിച്ചു. അതിനുശേഷം അമ്മയാണ് സാമ്പാറും അവിയലും ഉണ്ടാക്കിയത്. മീൻകറി ഇന്നലെ അവൾ ഉണ്ടാക്കി വച്ചിട്ടിരുന്നു. അതൊന്ന് ചൂടാക്കി. പിന്നെ ചിക്കനും മീനും പൊരിക്കാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ കുട്ടി വന്ന് മോനെ എടുത്തു. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മ അടുപ്പിൽ ഉരുളി വെച്ച് പായസം ശരിയാക്കാനിരുന്നു. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഗായത്രിയുടെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി തുടങ്ങി. ഇരിക്കുവാനും നിൽക്കുവാനും പറ്റിയില്ല. ഇനി വരുമ്പോഴുള്ള ജീവന്റെ കോലം അവൾക്ക് ഊഹിക്കാമായിരുന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. എന്തിനാ ദൈവമേ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നത്? ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കുവാൻ വയ്യ എനിക്ക്. അവൾ മനസ്സിൽ ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. ഫോണിലൊന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ഫോൺ എടുത്ത് ജീവന്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ ഫോൺ അകത്തെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുന്നത് പോലെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി എല്ലാം എടുത്തു വച്ചപ്പോഴാണ് പിന്നെ അവൻ തിരികെ വരുന്നത്. ഗായത്രി ഒന്നും ചോദിച്ചില്ല. എന്ത് കാര്യം? സംസാരം കേട്ടാൽ അറിയാം ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷത്തിന്റെ വീര്യം. അധികം സംസാരിക്കാത്തയാൾ എന്തൊക്കെയോ ചളിപ്പ് പറഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ചിരിക്കുന്നു. കാതുകൾ കൊട്ടിയടച്ച് സദ്യ വിളമ്പി. കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് അവനെ കസവും കൊണ്ട് ഉടുപ്പിച്ച് സദ്യക്കിരുത്തി. ഓണസദ്യ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവന്റെ പെങ്ങളും ഭർത്താവും മക്കളും എത്തി. ജീവന്റെ സംസാരവും പെരുമാറ്റവും ആകെ നാണം കെട്ട് അവരുടെ മുന്നിൽ ഗായത്രി നിന്നു. അയാളുടെ സ്വഭാവം അവർക്കും നന്നായി അറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ ഉറങ്ങാനായി മുറിയിൽ കയറി. അപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. പിന്നെ ഗായത്രി സന്തോഷത്തോடு തന്നെ അവരോട് സംസാരിച്ചിരുന്നു. വിശേഷങ്ങൾ പറയുകയും ചോദിച്ചറിയുകയും ചെയ്തു. സാധാരണ അവിട്ടത്തിൻ്റെ അന്നാണ് അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. സന്ധ്യയോടെ എഴുന്നേറ്റ ജീവൻ വീണ്ടും ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. അയാൾ തിരിച്ചു വരും മുൻപ് എല്ലാവരും ഇറങ്ങിയിരുന്നെങ്കിലെന്ന് ഗായത്രി ആശിച്ചു പോയി. പക്ഷെ വീണ്ടും മാനം കെടാൻ തന്നെയായിരുന്നു അവളുടെ വിധി. ആടുന്ന കാലുകളുമായി അവൻ തിരികെ എത്തി. എന്തൊക്കെയോ വാരത്തിന്ന് പോയി കിടന്നു. ജീവന്റെ പെങ്ങളും ഭർത്താവും സഹതാപത്തോടെ അവളെ നോക്കി. ഗായത്രി വിളറിയ ഒരു ചിരി ചിരിച്ചു. ഉറങ്ങാൻ ചെന്നപ്പോൾ തന്നെ പ്രാപിക്കാൻ ഒരുങ്ങിയ മനുഷ്യനെ വെറുപ്പോടെ അവൾ തള്ളി നീക്കി. വേശ്യ, അവൾക്കിപ്പോൾ എന്നെ പറ്റില്ല. അയാൾ പിറുപിറുത്തുകൊണ്ട് ഗായത്രിയെ വെറുപ്പോടെ നോക്കി. അയാളെ നോക്കി കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കസേരയിലിരുന്ന് നേരം വെളുപ്പിച്ചു. അവിടത്തിൻ്റെ അന്ന് ഉച്ചയോണം കഴിഞ്ഞ് പെങ്ങളും ഫാമിലിയും യാത്ര പറഞ്ഞു പോയി. ഗായത്രി മുഖവും കൈയും കാലും കഴുകി വന്ന് ഒരു പഴയ കോട്ടൺ ചുരിദാർ ഇട്ടു. പിന്നെയുള്ള 2 ടോപ്പുമായി അവൾ ഹാളിൽ സെറ്റിയിലിരിക്കുന്ന ജീവന്റെ അടുത്ത് വന്നു. അത് അയാൾക്ക് മുന്നിൽ വച്ചു. ഇതെനിക്ക് ആകെയുള്ള ഡ്രസ്സാണ്. ഇതെനിക്ക് അവശേഷിക്കുന്ന പൊന്നും. അവൾ ആ ഡ്രസ്സിലേക്കും മൂക്കിലെ കുഞ്ഞു മുക്കുത്തിയും ചൂണ്ടിക്കാട്ടിയ ശേഷം തുടർന്നു. ഇതു ഞാൻ നിങ്ങളെ കാട്ടിയത് എന്തിനാണെന്ന് അറിയുമോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു തന്നെയാണ്. അതിൽ എനിക്ക് തെല്ലും സങ്കടമില്ല താനും. അവൾ തുടങ്ങിയല്ലോ. ജീവൻ നെറ്റി ചുളിച്ചു. അതേ, തുടങ്ങി. എനിക്ക് പറയാനുണ്ട്. ഒന്നെനിക്ക് പറയാനുണ്ട്. എന്നെ എൻ്റെ വീട്ടുകാർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും വരെയും ഞാൻ വേശ്യയോ പിഴച്ചവളോ അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കുടുംബം പോറ്റുന്നത്? പതറാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ തിരക്കി. ഗായു, അവൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കി. വേണ്ട, എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ വെള്ളം തോർത്തിയെടുക്കണമെന്ന് ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. നിങ്ങളായിട്ട് ആ കുഞ്ഞിനെ പെറ്റ തള്ളി ഇല്ലാതാക്കരുത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗായു? മദ്യപിക്കുകയായിരുന്ന ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം അത് നിർത്തി. ഇപ്പോൾ അത് ഇരട്ടി കുടിക്കുന്നു. ചതിയല്ലേ നിങ്ങൾ ചെയ്തത്? എനിക്കിനി വയ്യ. എന്നെക്കൊണ്ടാവും വിധം എല്ലാം ഞാൻ നിങ്ങളെ തിരുത്താൻ നോക്കി. ഇനി വയ്യ. എല്ലാം നിങ്ങളെ നോക്കിയിട്ടൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. മോളെ, അവൻ കുടിച്ച് ബോധമില്ലാതെ പറഞ്ഞതല്ലേ? അമ്മ വേറെ എന്ത് പറയാൻ? ഇല്ലമ്മേ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ മദ്യം ചെല്ലുമ്പോൾ അറിയാതെ പുറത്തു വരുന്നതാണ്. എനിക്ക് വയ്യ ഇനിയും ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ, അവൾ തീർത്തു പറഞ്ഞു. ഇന്നലെ ചേച്ചി ഒരുപാട് സന്തോഷത്തിലാകും.
നല്ലൊരു ദിവസമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാതിരുന്നത്. അവൾ ജീവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കില്ല ഗായു. ഒരു വട്ടമല്ല പലവട്ടം നിങ്ങളിത് ആവർത്തിച്ചു കഴിഞ്ഞു. ഇനി വയ്യ. അപ്പോഴേക്കും പുറത്തൊരു ബൈക്ക് വന്നു നിന്നിരുന്നു. അവൾ ഭർത്താവിനെയും അമ്മയെയും മാറി മാറി നോക്കി. പിന്നെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി റൂമിൽ നിന്നും ഒരു ബാഗും കയ്യിലെടുത്തു. ഗായു. മുറ്റത്തു നിന്നും തൻ്റെ അനിയൻ്റെ വിളി അവൾ കേട്ടു. ഇന്നലെ രാത്രി തന്നെ വിളിച്ച് അവൾ അവനോട് വരാൻ പറഞ്ഞിരുന്നു. മോളെ, അമ്മ വിളിച്ചു. എന്നെ തടയരുത്. അങ്ങനെ വന്നാൽ അമ്മയില്ലാതാകുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മ നോക്കേണ്ടി വരും. 5 വർഷം ദൈവത്തോട് കെഞ്ചി കിട്ടിയതാ ഇവനെ എനിക്ക് അവനെ നന്നായി വളർത്തിയേ പറ്റൂ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ ചാർത്തി ഈ താലി, അത് ഞാൻ ചെപ്പിലാക്കി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. ഇത് പിടിച്ചോളൂ. കയ്യിൽ ഒരു ചെറിയ ചെപ്പ് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൾ പടിയിറങ്ങി. മറ്റെന്തിനേക്കാളും വലുതാണ് അഭിമാനം. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിതം, അത് മരണത്തേക്കാൾ ഭയാനകമാണ്. ഇനി അതിന് ഞാൻ തയ്യാറല്ല. മാനാഭിമാനം പണയപ്പെടുത്തി താലിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ വയ്യ. ഗായത്രി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്